ഇപ്പൊ പോയേനെ. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യണ്ട. നമുക്ക് 2 കവർ പാല് വെച്ചിട്ട് ഒരു കുൽഫി ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. പാല് നല്ലപോലെ തിളപ്പിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ഗ്ലാസ്സിൽ ഇതുപോലൊരു 4-5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ചൂടായി വന്ന പാല് ഇതുപോലെ കുറച്ചൊഴിച്ച് ഒരു സ്പൂൺ എടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കണം. എൻ്റെ കയ്യിലിപ്പോൾ മിൽക്ക് മെയ്ഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ബദാം ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കാം, അല്ലെങ്കിൽ ഏലക്ക സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വയ്ക്കാം. ഇനി ആ തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ഇല്ലാതെ ആണെങ്കിൽ അത്രയും നല്ലത്. കുട്ടികൾക്ക് നമുക്ക് പഞ്ചസാര ഇല്ലാതെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും പാലും മിൽക്ക് മെയ്ഡും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. മറക്കരുത്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഏലക്കാപ്പൊടി. അതൊരു 2 ടേബിൾ സ്പൂൺ നിറയെ ഏലക്കാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ചെറുതായി ഒന്ന് കുറുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരല്പം പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് അതിനൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുവാണ്. നമ്മളൊന്നും ചെയ്യണ്ട, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കല്ലേ, വെറുതെ കുറച്ച് സമയം വെച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി അലിഞ്ഞ് ഇതുപോലെ ബ്രൗൺ കളറിൽ വരുമ്പോൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ അലിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ചൂടായി കിടക്കുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരല്പം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനെ തിരിച്ച് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരണം. നല്ലപോലെ കുറുകിയാൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കുറുക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് നല്ലപോലെ കുറുക്കിയെടുക്കാവുന്നതാണ്, അല്ല ഇങ്ങനെ തന്നെയാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിനെ തണുപ്പിക്കുന്നതാണ് ഒരു പരിപാടി. ഊതി ഊതി മനുഷ്യൻ്റെ അടപ്പളവി, ഇളക്കി ഇളക്കി കയ്യും കുഴഞ്ഞു. ഒരുപാട് സമയം എടുക്കും തണുത്ത് കിട്ടാൻ. ഏകദേശം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ മോൾഡിലൊഴിച്ച് ഫ്രീസറിൽ വെച്ച് ഒരു 9-10 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ മോൾഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് കോരി ഒഴിച്ച് നിറച്ച് ഫ്രീസറിൽ വെക്കാം. പിന്നെ ഇതുപോലുള്ള ചെറിയ ഗ്ലാസ്, കണ്ണാടി ഗ്ലാസ്സാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സ്റ്റീൽ ഗ്ലാസ്സും എടുക്കുന്നുണ്ട്. ഏതിൽ വേണോ നമുക്കിതൊഴിച്ച് തണുപ്പിച്ചെടുക്കാം.
അടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇപ്പോഴത്തെയും പോലെ ആദ്യം കുറച്ച് വെള്ളം എടുത്ത് വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കാം. ഇതിൽ വെക്കാം. കുൽഫി ഐസ്ക്രീം അടിപൊളിയായിട്ടുണ്ട്.